ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്ത് മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 121. قال رسول الله صلى الله عليه وسلم إياكم والغلو فإنما أهلك من كان قبلكم الغلو. അതായത് മനുഷ്യരുടെ കുഫറിൻ്റെ കാരണം, സത്യനിഷേധത്തിൻ്റെ കാരണം സ്വാലിഹീങ്ങൾ സജ്ജനങ്ങളുടെ വിഷയത്തിൽ ഉണ്ടായ അതിരുകവിച്ചിലാണ് എന്നത് സംബന്ധിച്ച അധ്യായമാണത്. അതിൻ്റെ ഷറഹയിൽ നിന്ന് തുടരുകയാണ്. ഈ ഹദീസിൻ്റെ ഷറഹാണ് ഇനി പറയുന്നത്. വഖാല ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വൽ ഉലുവ, നിങ്ങൾ അതിര് കവിച്ചിലിനെ സൂക്ഷിക്കുക. ഫൈന്നമ അഹ്ലക മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചത് നിശ്ചയം അൽ ഉലുവ്, അതിര് കവിച്ചിലാണ്. ഷറഹ് പറയുന്നു, സുമ്മ ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാ, പിന്നീട് മുസന്നിഫ് ഗ്രന്ഥകാരൻ റഹിമഹുല്ലാ പറഞ്ഞു, വഖാല പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാക്കും വൽ ഉലുവ ഫൈന്നമ അഹ്ലക മൻ കാന ഖബലക്കും അൽ ഉലുവ്. ഈ ഹദീസ് ഇത് ഗ്രന്ഥകാരൻ, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു എന്ന്. ഹാക്കദ ദക്കറഹു അൽ മുസന്നിഫു റഹിമഹുല്ലാ മിൻ ഗൈരി അൻ യദ്കുറ റാവിയ. ഇതിൻ്റെ റിപ്പോർട്ടർമാരെ ഒന്നും പറയാതെ, സനദൊന്നും പറയാതെയാണ് ഗ്രന്ഥകാരൻ ഇവിടെ ഇത് പരാമർശിച്ചിട്ടുള്ളത്. സനദുണ്ട്, പക്ഷേ അത് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. വമിൻ ഗൈരി അൻ യസൂഹു ഇലാ മുഖറജിൽ മിൻ അസ്ഹാബിൽ കുത്തുബി, അസ്ഹാബിൽ കുത്തുബ്, അതായത് ഏത് കിതാബിലാണ് ഇത് പറഞ്ഞതെന്നൊന്നും പരാമർശിക്കാതെ. ബൽ ജഅല മകാന ദാലിക ബയാദ, അത് പ്ലെയിനായിട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ അത് ശൂന്യമായിട്ട് അവിടെ ഒന്നും പറഞ്ഞില്ല. വൽ ഹദീസ് റവാഹു ഇബ്നു അബ്ബാസ്, ഈ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർ റിപ്പോർട്ട് ചെയ്തതാണ്. വഖറജഹു അഹ്മദ് ഫി മുസ്നദി, മുസ്നദിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, പുറപ്പെടുവിച്ചിട്ടുണ്ട്. അബൂ ദാവൂദ് ഫി സുനദിഹി, അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിലും, ഇബ്നു മാജ ഫി സുനനിഹി, ഇബ്നു മാജ അദ്ദേഹത്തിൻ്റെ സുനനിലും കൊണ്ടുവന്നിട്ടുണ്ട്. വഹാദ ഹസല ഫി മുൻസറഫിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാഇ മിൻ മുസ്ദലിഫത ഇലാ മിന, മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിഞ്ഞ് പോരുമ്പോൾ ആണിത് സംഭവിച്ചത്. മിൻ അജ്ലി റമ്മി ജംറത്തിൽ അഖബ, അഖബയിൽ ജംറയിൽ എറിയാൻ വേണ്ടിയിട്ട്. വലമ്മ കാന ഫി ത്വരീഖി, അങ്ങനെ വഴിയിലായപ്പോൾ ബൈന മുസ്ദലിഫത വ മിന, മുസ്ദലിഫക്കും മിനക്കും ഇടയിൽ ഖാല ലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽതഖിത് ലി അൽ ഹസ, കുറച്ച് ചരടുകൾ അല്ലെങ്കിൽ കല്ലുകൾ എനിക്ക് വേണ്ടി പൊറുക്കിയെടുക്കൂ. ഫലഖത ലഹു സബഅ ഹസയാത്തിൻ മിസ്ല ഹസ അൽ ഖദ്ഫി, ഖദ്ഫിൻ്റെ ഹസ പോലത്തെ ചെറിയ കല്ലുകൾ 7 കല്ലുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പൊറുക്കിയെടുത്തു കൊടുത്തു. വഹിയ അസ്ഗാറുല്ലത്തി തുഖ്ദഫു അലാ റൂസിൽ അസ്വാബിയ, അതായത് വിരലിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചെറിയ കല്ലുകളാണത്. വഹിയ അക്ബറു മിനൽ ഹിമ്മസ് ബി ഖലീൽ, ഹിമ്മസ് എന്ന് പറഞ്ഞാൽ ഈ ചെറുപയർ പോലത്തെ സാധനം, അത് അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ളത്. ഫഅഖദഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹിൽ കരീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരീമത്തായ ആദരവുള്ള കൈ കൊണ്ട് അത് എടുത്തു. സുമ്മ നഫദഹ വന്നാസു യൻദുറൂന ഇലൈഹി സുമ്മ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ജനങ്ങൾ നോക്കി നിൽക്കുക, അംസാലഹ ഉലൈ ഫർമു, ഇതുപോലത്തെ കല്ലുകൾ കൊണ്ട് നിങ്ങൾ എറിയൂ. ഇയ്യാക്കും വല്ല ഒരുവ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് നിങ്ങൾ ഒരുവ്, അമിതത്വം, അതിര് കവിച്ചിലിനെ സൂക്ഷിക്കണം. ഫൈനമ അഹ്ലക മൻ കാന ഖബലക്കും അൽ ഉലുവു, മുൻകാല നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ നശിപ്പിച്ചത് ഒലുവാണ്, അതിര് കവിച്ചിലാണ് എന്ന്. അപ്പോൾ ഇവിടെ കല്ല്, വലിയ പോത്തങ്കല്ലെടുത്ത് എറിയേണ്ട ആവശ്യമില്ല. വഹാദ യദുല്ലു, ഇതറിയിക്കുന്നു അന്നൽ വാജിബ അലൈന അൻ നതഖയ്യദ ബിൽ ഇബാദത്തി കമാ ജാഅത്ത്, ഇബാദത്ത് എങ്ങനെയാണോ വന്നിട്ടുള്ളത്, നസ്സായിട്ട് വന്നിട്ടുള്ളത്, അതനുസരിച്ച് പ്രവർത്തിക്കലാണ് നമ്മുടെ മേൽ നിർബന്ധം. ഇയ്യാക്കും, ഇയ്യാക്ക് എന്ന് പറഞ്ഞാലും എന്താണ്, ഹാദിഹി കലിമത്തു തഹദീർ, തഹദീർ വാണിംഗ്, മുന്നറിയിപ്പിൻ്റെ പദമാണ്. വൽ ഉലുവ് തഖദ്ദമമാന, ഇതിൻ്റെ മാന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വഹുവ അസ്സിയാദത്തു അലൽ ഹദ്ദിൽ മശ്റൂഇ, ശറഅക്കപ്പെട്ട പരിധിയിൽ നിന്ന് അധികമാകലാണ് ഉലുവ്. വഹാദാ യജൂസ്, ഇത് അനുവദനീയമല്ല. വഹുവ മർദൂദൻ, അത് തള്ളപ്പെട്ടതാണ്. വഹലാക്കുൻ, നാശമാണ്. ബൽ നതഖയ്യദു ബി ലവാബിത്തിൽ ഇബാദത്തി കമാ ജാഅത് ഫി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ എങ്ങനെയാണോ ഇബാദത്ത് വന്നിട്ടുള്ളത് അതനുസരിച്ചാണ് നമ്മൾ അമൽ ചെയ്യേണ്ടത്. വലൈസ ലനാ തദഖുലുൻ ഫീ തഹദീദിൽ ഇബാദത്തി വ മവാഖീതിഹാ വ സിഫാതിഹാ വ ഹിആതിഹാ, ഇബാദത്തുകളുടെ തഹദീദ്, അത് നിർണ്ണയിക്കുന്നതിൽ നമുക്കൊരു തദഖുൽ, നമുക്കൊരു കയ്യുമില്ല.
നമുക്ക് അതിലൊരു പങ്കുമില്ല. മവാഖീത്തിഹാദിൻ്റെ സമയങ്ങൾ, സിഫാത്തിഹാദിൻ്റെ വിശേഷണങ്ങൾ, വഹിയാത്തിഹാദിൻ്റെ രൂപം, ഇതൊന്നും നിർണ്ണയിക്കാൻ നമുക്ക് പറ്റില്ല. വൈന്നമാ യൂത്ത് ഇത്തബാഴു ഫി ഹാദാ മാദല്ല അലൈഹി ദലീലു മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈന അൽ ഇംതിസാലു ഫഖത്ത്. അപ്പോൾ ഇതിലൊക്കെ നമ്മളെന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ കിതാബിലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും എങ്ങനെയാണോ ഇബാദത്ത് വന്നിട്ടുള്ളത്, ദലീൽ വന്നിട്ടുള്ളത്, അതനുസരിച്ച് നമ്മൾ പിന്തുടരുക എന്നതാണ് വേണ്ടത്. പിന്തുടരപ്പെടാണ് വേണ്ടത്. അതായത് നമ്മളങ്ങനെ പിന്തുടരുകയാണ് വേണ്ടത്. അലൈന അൽ ഇംതിസാലു ഫഖത്ത്, അനുസരിക്കുക മാത്രമാണ്. അത് അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധകൾ അനുസരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലകും അൽ ഉലുവ്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരെ നശിപ്പിച്ചത് ഉലുവ്, അതിര് കവിച്ചിലാണ് പറഞ്ഞത്. മിസ്ല അൻ നസാറ ഗലൗ ഫീ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ നസാറാക്കൾ അതിര് കവിഞ്ഞ പോലെ. ഞാനീ ഉദ്ദേശിക്കുന്നത് ഫഅഖറജഹും അൽ ഉലുവ് മിനദ്ദീനി ഇലൽ കുഫർ, അവരുടെ ആ ഉലുവ്, അമിതത്വം, അമിതമായിട്ട് അധികമായിട്ടുള്ള ആദരവ്, ഈസാ അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിലുള്ള ആ അമിതത്വം അവരെ ദീനിൽ നിന്ന് കുഫറിലേക്ക് നയിച്ചു, തൗഹീദിൽ നിന്ന് കുഫറിലേക്ക് നയിച്ചു, സത്യനിഷേധത്തിലേക്ക് നയിച്ചു. വൽ അയ്യാദു ബില്ലാ, അള്ളാഹുവിൽ ശരണം. ഫഹലക്കു, അങ്ങനെ അവർ നശിച്ചു. വഹും യുരീദൂന അന്നജാത്ത, അവർ സത്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചത്? വിജയമാണ് ഉദ്ദേശിച്ചത്, രക്ഷയാണ് ഉദ്ദേശിച്ചത്. ലാക്കിൻ ലമ്മാ കാനത്ത് ത്വരീഖത്തുഹും ഗൈറ മശ്റൂഅത്തിൻ, പക്ഷേ അവരുടെ വഴി ഷറാക്കപ്പെട്ടത്, നിയമമാക്കപ്പെട്ട ശരീഅത്ത് അനുവദിച്ചതല്ലാതായപ്പോൾ ലം തഹ്സുല്ലഹും അന്നജാത്തു, അവർക്ക് രക്ഷ സാധിച്ചില്ല, രക്ഷ ലഭിച്ചില്ല. വഇന്നമാ ഹസല ലഹും അല ഹലാക്കു, അവർക്ക് എന്താണ് ഹാസിലായത്? നാശമാണ്. ഫകുല്ലു അഹദിൻ യുരീദു നജാത മിൻ ഗൈരി അൻ യസ്ലുക ത്വരീഖഹ ഫഇന്നഹു ഹാരികുൻ. അപ്പോൾ എല്ലാവരും തന്നെ രക്ഷയുടെ വഴി അതിൽ പ്രവേശിക്കാതെ രക്ഷ ഉദ്ദേശിച്ചാൽ നശിക്കുകയാണ് ചെയ്യുക, നശിക്കുന്നവനാകും. ലാ നജാത്ത ഇല്ലാ ബിത്തിബാഇ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് ഇത്തിബാഅ് ചെയ്തുകൊണ്ടല്ലാതെ രക്ഷയില്ല. മഹ്മാ കല്ലഫൽ ഇൻസാൻ നഫ്സഹു, എത്രമാത്രം ഒരാൾ മനുഷ്യൻ തൻ്റെ നഫ്സിനെ കഷ്ടപ്പെടുത്തിയാലും, എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതാ ഖാലഫ മൻഹജ റസൂലില്ലാഹി മൻഹജ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജ്, ആ രീതി ശാസ്ത്രം, ആ മെത്തഡോളജി അത് പിന്തുടരാതെ അതിനെതിരെ പ്രവർത്തിച്ചാൽ എന്താകും? നശിക്കും. ഫഇന്നഹു ഗാലിൻ വഹാലികുൻ, അവൻ അതിര് കവിഞ്ഞവനും നശിക്കുന്നവനുമാണ്. വഹു മുഷാബിഹുൻ ലിമൻ കാന ഖബലനാ മിനൽ ഗുലാത്ത്, നമുക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾ അവരോട് സദൃശമാണ് ഗുലാത്തിൻ്റെ വിഷയത്തിൽ അവൻ. ഫഫിഹദ, അപ്പോൾ ഇതിലുണ്ട് അത്തഹദീറു മിനൽ ഗുലുവി ഫിൽ ഇബാദാത്ത്, ഇബാദത്തുകളുടെ വിഷയത്തിൽ, ആരാധനകളുടെ വിഷയത്തിൽ അതിര് കവിച്ചതിനുള്ള തഹദീർ, വാണിംഗ്, മുന്നറിയിപ്പുണ്ട്. വൽ ഉലുവു ഫിൽ അഷ്ഖാസ്, വ്യക്തികളുടെ വിഷയത്തിൽ അതിര് കവിച്ചിൽ. വൽ ഉലുവു ഫി കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും അതിര് കവിച്ചലിന് എതിരെയുള്ള മുന്നറിയിപ്പ് ഇതിലുണ്ട്. വൽ മസലു യഖൂൽ, ഒരു ഉപമ അങ്ങനെ പറയുന്നത്, കുല്ലു ഷൈഇൻ ജാവസ ഹദ്ദഹു ഇൻഖലബ ഇലാ ഉദ്ദിഹ്, അതായത് എല്ലാ സംഗതിയും അതിൻ്റെ പരിധി ലംഘിച്ചാൽ പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് അത് മറിയും എന്നതാണ്. കുല്ലു ഉലുവിൻ ഫഹുവ ത്വരീഖു ഹലാക്കിൻ, അതിര് കവിച്ചിൻ്റെ എല്ലാ മാർഗവും, അല്ലെങ്കിൽ എല്ലാം എന്താണ്, എല്ലാ അതിര് കവിച്ചിലും അത് നാശത്തിൻ്റെ മാർഗമാണ്. വഇന്നമാ ത്വരീഖുൻ നജാത്ത്, രക്ഷയുടെ വഴി എന്നത് ഇത് മാത്രമാണ്. എന്ത്? ഹുവ അൽ ഇഅ്തിദാലു വൽ ഇസ്തിഖാമത്ത്, ചൊവ്വായി നിൽക്കുക, നേരെ നിൽക്കുക എന്നുള്ളതാണ്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്വൗ, ഫസ്തഖിം, നബിയെ തങ്ങൾ നേരെ ചൊവ്വേ നിൽക്കുക, നേർവഴി, അതിൽ അധികവിച്ചിലും വേണ്ട, കുറച്ചിലും വേണ്ട. കമാ ഉമിർത്ത, താങ്കൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ. വമൻ താബ മഅക, താങ്കളുടെ പോലെ കൂടെ തൗബ ചെയ്ത് കൂടിയവരും, അതായത് ഒരാത്തത്വൗ, നിങ്ങൾ അതിര് കവിയരുത് എന്ന് നബിയോടും കൂട്ടരോടും, അതായത് മുസ്ലിങ്ങളോട്, സത്യവിശ്വാസികളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. വമാ ഹലക്കത്തിൽ ഖവാരിജ് വൽ മുഅ്തസിലത്തു, ഖവാരിജുകളും മുഅ്തസിലികളും നശിച്ചിട്ടില്ല. ഉലമാഉൽ കലാമി, കലാമിൻ്റെ പണ്ഡിതന്മാരും മുതകല്ലിമീങ്ങൾ, ഇല്ലാ ബി സബബി ഉലുവിഹിം, അവരുടെ ഉലുവ് കാരണം അല്ലാതെ, അതിര് കവിച്ചിൽ കാരണമല്ല, അവരുടെ അതിര് കവിച്ചിൽ കാരണമല്ലാതെ അവർ നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അതിര് കവിച്ചിൽ കാരണമാണ് അവർ നശിച്ചത് എന്നർത്ഥം. ഫൽ ഖവാരിജു ഇൻദഹും ഇബാദത്തുൻ അദീമത്തുൻ, അപ്പോൾ ഖവാരിജുകൾ അവർ വലിയ ഇബാദത്ത് അവരുടെ പക്കലുണ്ട്, ധാരാളം ഇബാദത്ത് എന്നിവരൊക്കെ ആയിരുന്നു. ഹത്താ ഇന്ന സ്വഹാബത്തെ യഹ്ഖിറൂന സ്വലാത്തഹും ഇലാ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ സ്വഹാബികൾ അവരുടെ നിസ്കാരത്തെ, സ്വഹാബാക്കളുടെ നിസ്കാരത്തെ കുറച്ചായി കണ്ടിരുന്നു. എന്നാൽ ഖവാരിജുകൾ നല്ലോണം നിസ്കരിക്കുന്നവരായിരുന്നു. വഇൻദഹും ഖിറാഅത്തുൽ ഖുർആനി കസീർ, ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു ഖവാരിജുകൾ. ലാകിന്നഹും ലം യഖ്തസിറു അലൽ മശ്റൂഅ്, പക്ഷേ ഷറാക്കപ്പെട്ടതിൽ അവർ പരിമിതപ്പെടുത്തിയില്ല, അവരുടെ വക കൂട്ടി. സാധു, അവർ കൂട്ടിപ്പോയി.
വർദ്ധിപ്പിച്ചു. വൽ അയാദു ബില്ലാഹ്, അല്ലാഹു ശരണം, ഹത്താ ഹലക, അവർ നശിക്കുന്നവരെ. കുല്ലു മൻ ഫഅല ഹാദാ ഫഇന്നഹു യഹ്ലികു. അപ്പോൾ ഇങ്ങനെ ദീനിൽ സിയാദത്ത് വരുത്തിയവർ കൂട്ടിച്ചേർത്താൽ അവരെല്ലാവരും നശിക്കും. വത്തജ്രിബത്തു മൗജൂദ, ഇത് അനുഭവമാണ്, അനുഭവം കാണപ്പെടുന്നതാണ്. തജ്രിബത്ത് വമാ വസല അഹദുൻ മിനൽ മുതനത്തിഈന വൽ ഗുലാത്തി ഇല നതീജത്തിൽ മത്ലൂബത്തി അബദ. അപ്പോൾ തേടപ്പെടുന്ന നല്ല റിസൾട്ടിൻ്റെ നതീജത്തിലേക്ക് ഉലാത്ത്, അതിര് കവിച്ചിലിൻ്റെ അല്ലെങ്കിൽ മുതനത്തിഈൻ, തീവ്ര നിലപാടുള്ളവർ, അവർ എത്തിയിട്ടില്ല ഒരിക്കലും. വഇന്നമാ യകൂനു സബീലുഹും അൽ ഹലാക് ഫി ദുനിയ വൽ ആഖിറ. അവരുടെ മാർഗം എന്താണ്? ദുനിയാവിലും അവരുടെ മാർഗം കൊണ്ട് എന്താണ് എത്തിക്കുക? അവർ ദുനിയാവിലും ആഖിറത്തിലും നാശം എത്തിക്കുന്നു എന്നതാണ്. ഫഹാദ മിമ്മാ യുഹദ്ദിറു മിൻഹു ഫി ഹാദ സമാൻ. ഇത് ഈ കാലത്ത് മുന്നറിയിപ്പ് നൽകപ്പെടേണ്ട മുന്നറിയിപ്പ് നൽകപ്പെടേണ്ട കാര്യമാണ്. ലിഅന്ന ളാഹിറത്തുൽ ഉലുവി വത്തനത്തുഇ കസുറത് ഇല്ലാ മൻ റഹിമല്ലാഹു അസ്സ വജൽ. അല്ലാഹു അസ്സ വജൽ കരുണ ചെയ്തവർക്കല്ലാതെ അതിര് കവിച്ചിൽ പ്രത്യക്ഷമായിട്ട് എന്താണ് അത് വർദ്ധിച്ചിരിക്കുന്നു ഇന്നത്തെ കാലത്ത്. വദാലിക ലമ്മാ ഫശൽ ജഹ്റു ഫിന്നാസ്, ജനങ്ങളിൽ അജ്ഞത വ്യാപകമായപ്പോൾ ജാ അൽ ഉലുവ് അതിര് കവിച്ചുള്ളന്നു. ജാഅത്തിൽ മുഖാലഫാത്തു, എതിരായിട്ടുള്ള കാര്യങ്ങൾ, ദീനെതിരായിട്ടുള്ള കാര്യങ്ങൾ വന്നു. ബിത്തസീൻ ഷയാത്തീനിൽ ഇൻസ് വൽ ജിൻ, മനുഷ്യരിലും ജിന്നിൽപ്പെട്ട പിശാചുക്കൾ അത് അലങ്കാരമായി തസീനായിട്ട് കാണിച്ചതിനാൽ. ഖാലു ഫൽ വാജിബു അലൈന, അപ്പോൾ നമ്മുടെ മേൽ നിർബന്ധമായത് അൻ നഹ്ദറ മിൻഹ, ഇതിൽ നിന്ന് നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അൻ നൽസമ ത്വരീഖൽ ഇസ്തിഖാമത്തി ഫി കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും ഇസ്തിഖാമത്തിൻ്റെ മാർഗം സ്വീകരിക്കുക, നേരെ ചൊവ്വയുള്ള മാർഗം. അമൽ മുഅ്തസിലത്തു, ഇനി മുഅ്തസിലുകൾ ഫഗലൗ ഫി തൻസീഹില്ല, അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന വിഷയത്തിൽ അതിര് കവിഞ്ഞു. ഹത്താ നഫൗ സിഫാത്തില്ലാഹി, അതിൽ എങ്ങനെയാണ് അവർ അതിര് കവിഞ്ഞത്? അതിര് കവിഞ്ഞിട്ട് അവസാനം അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുന്നിടത്ത് വരെ എത്തി. അല്ലത്തി വസഫ ബിഹാ നഫ്സ, അള്ളാഹു സ്വന്തം ആയിട്ട് വസ്ഫ് ചെയ്ത ചില വിശേഷണങ്ങൾ അവർ വ്യാഖ്യാനിച്ച് അവർ എന്ത് ചെയ്യും? അവസാനം അത് നിഷേധിക്കുന്നിടത്തേക്ക് എത്തി എന്നതാണ്. വൽ മുമസ്സിലത്ത് ഒലൗ ഫി ഇസ്ബാത്തി സിഫാത്ത്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ സ്ഥിരപ്പെടുത്തുന്ന വിഷയത്തിൽ മുമസ്സിലത്ത് അത് കവിഞ്ഞു. ഹത്താ ഷബ്ബഹു അൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ്, ഖാലിഖ് സൃഷ്ടികർത്താവിനെ മഖ്ലൂഖ് പടപ്പിനോട് സദൃശ്യപ്പെടുത്തുന്നവരെ ഫഗലൗ ഫി ദാലിക, അപ്പോൾ അവർ അതിൽ കവിഞ്ഞു. വല്ലു, അവർ അങ്ങനെ വഴി പിഴച്ചു. വൽ അയാദു ബില്ലാഹ്, അല്ലാഹുവിൽ ശരണം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ തവസ്സതു, എന്നാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അവരെന്ത് ചെയ്തു? മധ്യമ മാർഗം സ്വീകരിച്ചു. ഫഅസ്ബതു ലില്ലാഹി അൽ അസ്മാ വസ്സിഫ, അള്ളാഹുവിനുള്ള ഇസ്മുകളും സിഫത്തുകളും സ്ഥിരപ്പെടുത്തി. കമാ ജഅത്ത്, വന്നിട്ടുള്ളത് പോലെ, ഖുർആനും സുന്നത്തിലും വന്നിട്ടുള്ളത് പോലെ സ്ഥിരപ്പെടുത്തി. തൻസീഹം ബിലാ തഅ്തീൽ, അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട്, ബിലാ തഅ്തീൽ, അത് നിഷേധിക്കാതെ. ഹാദാ നഫിയുൻ ലിൽ ഉലുവി ഫൻ തൻസീഹ്, തൻസീഹിൻ്റെ വിഷയത്തിൽ ഉലുവ് അതിര് കവിച്ചിൽ വരുന്നതിനുള്ള നിഷേധമാണിത്. വ ഇസ്ബാത്തൻ ബിലാ തംസീൽ, തംസീൽ സദൃശമാക്കലില്ലാതെ സ്ഥിരപ്പെടുത്താം, മറ്റൊന്നിൻ്റെ സദൃശമാക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ സിഫത്തുകളെ. ഹാദാ നഫിയുൻ ലിൽ ഉലുവി ഫിൽ ഇസ്ബാത്തി ഫഹും തവസ്സതു, അപ്പോൾ ഇസ്ബാത്തിൻ്റെ വിഷയത്തിൽ ഉള്ള ഒലുവിനെ നിഷേധിക്കൽ ആണിത്. അതിൽ ഇസ്ബാത്ത് ഉണ്ട് എന്ന് വിചാരിച്ച് അതിലും ഒലുവ് പാടില്ല. ഇസ്ബാത്ത് പിന്നെ നഫിയിലേക്ക് പോകരുത്. ഫഹും തവസ്സത്തു, അപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്തായി? അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മധ്യമായ മാർഗം സ്വീകരിച്ചു. അമ്മൽ മുഅ്തസിലത്തു ഫഹും ഗലൗ ഫി തൻസീഹി ഹത്താ നഫൗ അസ്സിഫാത്ത്, അപ്പോൾ തൻസീഹിൻ്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞിട്ട് അവസാനം സിഫത്തുകളെ നിഷേധിക്കുന്നിടത്തേക്ക് മുഅ്തസിലുകൾ എത്തി. വൽ മുമസ്സിലത്തു ഗലൗ ഫി ഇസ്ബാത്തി ഹത്താ ഷബ്ബഹുല്ലാഹ ബി ഖൽഖി, മുമസ്സിലത്ത് അള്ളാഹുവിനെ സൃഷ്ടികളോട് സദൃശപ്പെടുത്തുന്നിടത്തേക്ക് എത്തി. തആല അല്ലാഹു അമ്മാ യഖൂലൂൻ, അവർ പറയുന്നതിലൊക്കെ അള്ളാഹു എത്രയോ അത്യുന്നതനാണ്. വൽ ഖവാരിജ് വൽ മുഅ്തസിലത്തു ഗലൗ ഫിൽ അംരി ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകർ, ഇനി ഖവാരിജുകളും മുഅ്തസിലുകളും നന്മ കൽപ്പിക്കുന്നിടത്തും നഹി അനിൽ മുൻകർ, തിന്മ നിരോധിക്കുന്നിടത്തും ഉള്ള വിഷയത്തിലും അതിര് കവിഞ്ഞു. ഹത്താ ഖറജു അല അഇമ്മത്തിൽ മുസ്ലിമീന, അവർ മുസ്ലിം ഇമാമുകളുടെ ഭരണാധികാരികൾക്ക് എതിരെ തിരിഞ്ഞിടത്ത് വരെ എത്തി. വമിൻ ഉസൂലിഹിം, അവരുടെ അസ്ലുകളിൽപ്പെട്ടതാണ് അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ബിമാന, എന്താർത്ഥത്തിൽ? അൽ ഖുറൂജു അനിൽ അഇമ്മ, ഭരണാധികാരികൾക്ക് എതിരിൽ അല്ലെങ്കിൽ ഇമാമുകൾക്കെതിരിൽ പുറപ്പെടുക, പുറപ്പെടുക എന്ന അർത്ഥത്തിൽ. വൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകരി മത്ലൂബ്, അപ്പോൾ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും തേടപ്പെടുന്ന നല്ല കാര്യമാണ്. വലാക്കിൻ ഫി ഹുദൂദി ശരിയ, അപ്പോൾ ശരിയാത്തിൻ്റെ പരിധികളിൽ ആവണം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഅ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതിഅ ഫബിഖൽബിഹി, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുൻകറായ തിന്മയായൊരു പ്രവൃത്തി കണ്ടാൽ അവൻ്റെ കൈ കൊണ്ട് തടയട്ടെ,
ഇല്ലെങ്കിൽ അതിന് സാധിച്ചില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് തടയട്ടെ, അതിന് സാധിച്ചില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. ഫജഅലൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ മറാത്തിബ ഹസബൽ ഇസ്തിത്വാഅത്തി. അപ്പോൾ കഴിവിൻ്റെ പരമാവധി, അത് കഴിവിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ആണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയിട്ടുള്ളത്. നഖ്ലിൽ ബൈഅ വത്തഫ്രീഖ് ബൈനൽ മുസ്ലിമീൻ. വലം യഅ്മുർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല ബിൽ ഖുറൂജി അലൽ ഉലാത്തി, അതായത് ഭരണാധികാരികൾക്കെതിരെ പുറപ്പെടാൻ, നഖ്ലിൽ ബൈഅത്തി ബൈഅത്ത് ലംഘിക്കാൻ, അതേപോലെ വത്തഫ്രീഖ് ബൈനൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക് ഇടയിൽ ഉള്ള ഭിന്നതക്കും അത് നബി കൽപ്പിച്ചിട്ടില്ല. വഹാദിഹി ത്വരീഖത്തുൽ മുഅ്തസിലത്തി വൽ ഖവാരിജി, ഇത് മുഅ്തസിലികളുടെയും ഖവാരിജുകളുടെയും മാർഗമാണ്. വൽ ഖവാരിജു ഖറജു അലാ അമീറുൽ മുഅ്മിനീൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ബിൻ അബി ത്വാലിബ് അമീറുൽ മുഅ്മിനീന് എതിരെ ഖവാരിജുകൾ രംഗത്ത് വന്നു. വൻതഹാ ബിഹിം അൽ അംർ ഇലാ അൻ ഖതലുഹു റളിയല്ലാഹു അൻഹു, അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വധിക്കുന്നതിലേക്ക് വരെ ഇത് എത്തി. ഹാദാ കുല്ലു ബി സബബിൽ ഉലുവ്, ഇതൊക്കെ ഉലുവിൻ്റെ കാരണമാണ്. ബിസഅമിഹിം അന്നഹും യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നു തിന്മ വിരോധിക്കുന്നു എന്ന് അവർ വാദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഹാദൽ ഫസബ്ബബലഹും ഹാദൽ ഹലാക്ക്, അങ്ങനെ അവർ ഈ നാശത്തിലെത്തി, അതിന് കാരണമാക്കിയത്. വഹാദ മിസ്ദാഖു ഖൗലിഹി ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലക്കും അൽ ഉലുവ്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ സത്യം. എന്ത്? നിങ്ങളെ മുമ്പ് ഉള്ളവരെ നശിപ്പിച്ചത് ഒലുവാണ്, അത് നിങ്ങളിലേക്കും വരുന്നത് സൂക്ഷിക്കണമെന്ന്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഭരണാധികാരികളെ ഒരു തരത്തിലും വിമർശിക്കാൻ പാടില്ല എന്നതിന് അർത്ഥമല്ല. കാരണം നസീഹത്ത് വേണം, നസീഹത്ത് ആമ്മത്തുൽ മുസ്ലിമിനോട് വേണം, അയിമ്മത്തിനോടും ഒക്കെ വേണം എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബാക്കളുടെയൊക്കെ ചരിത്രത്തിൽ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അതേപോലെ പല പ്രമുഖരും എന്ത് ചെയ്തിട്ടില്ല, യസീദിനോട് റളിയല്ലാഹു അൻഹു ഒന്നും പറയേണ്ടത് ഇല്ല, അതേസമയം അദ്ദേഹത്തിൻ്റെ പേരിൽ ആഴത്തും പാടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം, മുആവിയ റളിയല്ലാഹുവിൻ്റെ പുത്രൻ. അപ്പോൾ യസീദിനെ ബൈഅത്ത് ചെയ്യാൻ എന്ത് ചെയ്തില്ല, കൂട്ടാക്കിയില്ല അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതുകൊണ്ട് ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അതിന് ന്യായമായ കാരണം ഉണ്ടാവും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇജ്തിഹാദ് പ്രകാരമാണ്. അതേസമയം അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട എന്ന നിലക്ക് താല്പര്യമില്ലെങ്കിൽ പോലും ബൈഅത്ത് ചെയ്ത സഹാബാക്കളുണ്ട്. അപ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ വ്യത്യസ്തമായിരിക്കാം, ഓരോരുത്തരും മനസ്സിലാക്കുന്നതും വ്യത്യസ്ത രൂപത്തിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞു, അവർ ഇസ്ലാമിന് പുറത്താണ്, മുബത്തദികളാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ ഭരണാധികാരികളെ ന്യായമായിട്ട് വിമർശിക്കാം, അത് പരമാവധി അത് രഹസ്യമായിട്ട് അവർക്ക് ഉപദേശം കൊടുക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഏത് നിലക്കും ശരിയാവുന്നില്ല, ഒരു നാട് കുട്ടിച്ചോറാക്കാണ്, ഇസ്ലാമിക വിരുദ്ധമാക്കാണ്, ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിൽ ഭരണാധികാരി പ്രവർത്തിക്കുന്നെങ്കിൽ ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പരസ്യമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെ വേണ്ടി വരും. കാരണം അല്ലെങ്കിൽ രഹസ്യമായി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആരും അറിയില്ല ഇത് ഭരണാധികാരി ചെയ്യുന്നതെല്ലാം ശരിയാണ്, ദീനാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വ്യാപിപ്പിക്കണം ഭരണാധികാരി. അപ്പോൾ ജനങ്ങൾ പിന്നെന്താവും, അത് ഇസ്ലാം തന്നെയാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സാഹചര്യ സന്ദർഭം അനുസരിച്ചാണ്. ഇതും പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഫൽ ഉലുവു ഹലാക്കും ഫി ദുനിയ വ ഹലാക്കും ഫിൽ ആഖിറ, അപ്പോൾ അതിൽ കവിച്ച് ദുനിയാവിനും ആഖിറത്തിനും നാശമാണ്. വലാ യഅതി ബി ഖൈരിൻ അബദ, അത് ഒരിക്കലും നന്മ കൊണ്ടുവരില്ല. ദീനുല്ലാഹി ബൈനൽ ഗാലി ഫിഹി വൽ ജാഫി അൻഹു, അപ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ ഒരു മധ്യമ നിലപാടാണെന്നുള്ളതാണ്. ദീനുല്ലാഹി വസത്തുൻ, അള്ളാഹുവിൻ്റെ ദീൻ മധ്യമ നിലപാടാണ്. കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, അപ്രകാരം നിങ്ങളെ ഒരു മധ്യമ സമുദായമായിരിക്കുന്നു, ഉമ്മത്താക്കിയിരിക്കുന്നു. വസത്തുൻ ബൈനൽ ഉലുവി ബൈനൽ ജഫായി, ഉലുവിനും ജഫായിനും ഇടയിൽ. വഹാദിഹിൽ ഉമ്മത്തു ഉദൂലുൻ ഖിയാറുൻ, ഈ ഉമ്മത്ത് നീതിമാന്മാരായ ഉമ്മത്താണ്, തിരഞ്ഞെടുക്കപ്പെട്ടത്. ലൈസ ഫിഹിം ഉലു വലൈസ ഫിഹിം ജഫാ വഇന്നമാ ഫിഹിം അൽ ഇഅ്തിദാലു ഹാദാ ത്വരീഖുൽ നജാതി ദായിമൻ അബദ, ഇതാണ് വിജയത്തിൻ്റെ മാർഗം എന്നുവെന്ന്.